ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേദാസ് വേൾഡ്. യാത്രകൾ എപ്പോഴും എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെയും കൂടെയൊക്കെ യാത്ര പോകാൻ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ യാത്രയുടെ ഒരു ബാക്കി ഭാഗമാണിത്. ബാക്കി ഭാഗമല്ല, പിറ്റേ ദിവസം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമുക്കൊരു ഫോക്കസ് ചെയ്തൊരു സ്ഥലം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളൊരു സ്ഥലം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടാണ് പോണത്. ഈ അമ്മ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിപ്പുണ്ടായി. ടാറ്റയൊക്കെ തന്ന് അമ്മയടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നേ, കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചോണം, എവിടെ പോയാലും അവരെ നോക്കിക്കോണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. എവിടെ പോകണമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ പേടിയുണ്ടാവും. അങ്ങനെ അമ്മയുടെ ഒരു ഭയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് അറിയില്ല. അതിന് നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഗൂഗിൾ ഈച്ച് തന്നെ വേണം. അങ്ങനെ മേലെ റോഡിൽ കൊണ്ട് വണ്ടി നിർത്തിയതിന് ശേഷം മാപ്പ് ഇട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഫിയാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് നോക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ബാഗുള്ള കാരണം എനിക്ക് ഫോണും കൂടെ പിടിച്ചു. അതുമല്ല, അവനാകുമ്പോൾ കുഞ്ഞാവുമ്പോൾ അടങ്ങിയിരുന്നോളും, ഇവള് നല്ലതായിട്ടിരുന്ന് അനങ്ങും വണ്ടിയിലിരുന്ന്. അതുകൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളായിരുന്നു മാപ്പ് നോക്കിക്കൊണ്ടിരുന്നത്. അവൾ കൈയൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ വേദാച്ചി പിന്നെ എപ്പോഴും വണ്ടി കയറി കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരിക്കും. ഞങ്ങൾ തിരക്കില്ലാത്ത ഒരു റോഡൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സെയിം ആയിട്ട് പോയി വർത്താനമൊക്കെ പറഞ്ഞ് പോണത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയി ഗൂഗിൾ ചേച്ചി വഴിതെറ്റിച്ച് വിടത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ എന്താണെങ്കിലും ഞങ്ങൾ ഗൂഗിൾ നോക്കിയാണ് പോകുന്നത്. അങ്ങനെ ഇതൊരു എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. കുറേ ദൂരം ചെന്നപ്പോഴാണ് ഒരു എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മൊത്തം അവർ അകത്ത് കെട്ടി മറച്ച് വെച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇതൊരു എസ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മേളിൽ നല്ല റബ്ബറും തോട്ടവും അതിൽ റബ്ബറിൻ്റെ ഇടയ്ക്ക് പാറയൊക്കെ കാണാനുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ആ എസ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഗേറ്റ് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായി. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം പോയി ഞങ്ങൾ ഒരു ബോർഡ് കണ്ടപ്പോൾ അതിലെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിർത്തി. പക്ഷെ അതൊരു കുത്തനെയുള്ള വഴിയായിരുന്നു. കല്ലും മണ്ണൊക്കെ നിറഞ്ഞിട്ട് അതിൽ കയറി പോകാൻ തന്നെ എനിക്ക് പേടി. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് നമ്മൾ വഴി ചോദിച്ച് പറഞ്ഞു, ഇത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വഴിയാണ്, നിങ്ങൾ നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് എടുത്ത് ഒരു റോഡുണ്ട്, ഒരു ഇൻ്റർലോക്ക് ഇട്ട റോഡുണ്ട്, അതിലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സേഫായിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു. അങ്ങനെ ആ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഗൂഗിൾ ചേച്ചി പിന്നെ നമ്മളെ വഴിതിരിച്ച് ഒരു ഓഫ് റോഡൊക്കെ കയറ്റിയായിരുന്നു. അത് ചെന്ന് പെട്ടത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ കാടാണ്. ആ വഴി എൻഡിങ് ഒരു കാടാണ്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളെ വെച്ചുകൊണ്ടാണ് ആ ഓഫ് റോഡ് ഇവർ കയറിയത്. അപ്പോൾ നമുക്ക് കൊച്ചുങ്ങളെ വെച്ചുകൊണ്ട് ഒരിക്കലും ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഓഫ് റോഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതും കുത്തനുള്ളൊരു കയറ്റം. പിന്നെ നമ്മളിതേ ഡെസ്റ്റിനേഷൻ പിടിച്ച് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അഞ്ചുമല പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കുറേ കയറണം എങ്കിലേ നിങ്ങളിപ്പോൾ ഒരു പാറയുടെ അരഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ മേളിലോട്ട് കയറി ചെല്ലണമെന്ന് തോന്നുന്നു. അഞ്ചുമലപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇനി 10, 12, 15 മലയുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. കാരണം ഈ കുഞ്ഞുങ്ങളെ അവരാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ കയറി പോണ വഴി കുറച്ച് റിസ്ക് പിടിച്ചതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് കയറി പോകാനായിട്ട് ഇത്രയും ഭാഗത്തേ ഉള്ളൂ വഴി. ബാക്കി എനിക്ക് തോന്നുന്നു പാറയിൽ ചവിട്ടി കയറണമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കിയപ്പോൾ അൽഫിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, എടി നീ വീഡിയോ എടുക്കുന്നില്ലേ, ഇതൊക്കെയല്ലേ എടുക്കണ്ടേന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നാൽ ഫ്രണ്ടിൽ കയറിക്കോ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിൽ കയറുന്നുണ്ട്. ഫുള്ള് കാടും റബ്ബറും പിന്നെ വേറെ പലതരം ചെടികളുമായിട്ട് ഫുള്ള് കാടാണ്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാട് തന്നെയാണ്. അതിൻ്റെ നടുക്കൂടെ നമ്മൾ വഴി കണ്ടുപിടിച്ച്, വഴിയുണ്ട് എന്നാലും നമ്മൾ കമ്പിലും കോലിലും ഒക്കെ പിടിച്ച് നമ്മൾ അതിൽ പിടിച്ച് നമ്മളിങ്ങനെ മേലോട്ട് കയറണം. ഇടയ്ക്ക് നമ്മൾ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അൽഫി പറഞ്ഞു, നീ വാ, നിനക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവൾ വീഡിയോ എടുത്തു. അങ്ങനെ
നമ്മൾ രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ച് എങ്ങനെയോ മേളിലെത്തി. ഇതാണ് മേളിൽ ഭാഗം. ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം കയറിയപ്പം അവിടുന്ന് കുറച്ച് റിസ്ക് ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് പാറയുടെ മുകൾ വശം. മേളിലെത്തിയപ്പോഴത്തേക്കിനും ആകെ തളർന്നു പോയി. എനിക്ക് നല്ല പേടിയുണ്ടായി കയറാനായിട്ട്. മേളിലെത്തിക്കഴിഞ്ഞ് കുത്തനെയുള്ള പാറയിലോട്ട് കയറാൻ നല്ല പേടിയുണ്ടായി. അവരൊക്കെ ഈസി ആയിട്ട് കയറിപ്പോയി. ഞാൻ നല്ല പേടിയുള്ള മൈൻഡുള്ള ഒരാളായത് കാരണം എനിക്ക് വീർച്ചേട്ടൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നു കയറാൻ. അങ്ങനെ കുഞ്ഞുമായിട്ട് അവർ ഓടിക്കയറി കേട്ടോ. റോണിയും വീർച്ചേട്ടനും ഓടിക്കയറി. അൽഫി പിന്നെ അവൾക്ക് പേടിയില്ലാത്തതുകൊണ്ട് അവൾ വലിഞ്ഞു കയറി. എനിക്ക് നല്ല പേടിയുള്ള കാരണം കയറാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം നല്ല വെയിലുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. സാധനമെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ ഒരു വയ്യ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ അവിടെ ഒരു മരച്ചവിട്ടിൽ നിന്നു. ഇത് പറയുമ്പോഴും എനിക്ക് വയ്യ. അതുകൊണ്ട് നമ്മൾ അവരെ മരിച്ചിട്ട് നിന്ന് അപ്പുറത്തെ സൈഡിലൊരു പാറയുണ്ടായി. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. അവർ പോയോ നോക്കാൻ. 2 പേര് അവർ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ പോയി എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ചെറിയൊരു പാറ കേട്ടോ. അവിടെ നല്ല തണലുണ്ടായിരുന്നു. അപ്പോൾ തണൽ നോക്കി പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ഇവിടെ നമുക്ക് തികച്ചും ഒരു കാടും ആ ഒരു ഏരിയ പോലത്തെ ഒരു പ്രദേശമാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കൊന്നും വരാനൊന്നും നിൽക്കണ്ട. വരുവാണെങ്കിൽ തന്നെ ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാൽ മതി. കാരണം എപ്പോഴും ഒന്നും ആരും ഉണ്ടാവില്ല ഈ സ്ഥലത്ത്. എന്ന് വെച്ചാൽ അധികം ആരും ഉണ്ടാവില്ല. വൈകുന്നേര സമയങ്ങളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഞങ്ങൾ വന്ന പോലെ നട്ടപ്രാന്തം വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങും ഇരുന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കുട്ടികളെ. ഇത് കണ്ടോ, തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും ആ ഒരു കാടിൻ്റെ ഒരിത്. ഈ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കയറിപ്പോയ സമയത്ത് ഫീൽ ചെയ്തത്, പണ്ട് എൻ്റെ വീട്ടിൽ റാന്നിയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ റബ്ബർ തോട്ടമായിരുന്നു. അപ്പം അതിലിങ്ങനെ ഈടി കയറി നമുക്കങ്ങനെ ഈടി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഓരോ തട്ട് റബ്ബർ നടുന്നു. അപ്പം അങ്ങനെ കയറുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇറങ്ങിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ. പക്ഷേ 5 മലപ്പാറയെന്ന് പറഞ്ഞിട്ട് ഒരു 10-12 പാറയുണ്ടായി. അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ ഇറങ്ങി താഴെ വന്നത് അവർക്കൊരു ഇതില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് അവർ കയറിയത് ഇറങ്ങിയത്. എന്നിട്ട് ഈ റോഡിൽ കൂടെ അവർ വണ്ടി കയറ്റി അങ്ങ് മേളിൽ കൊണ്ടുവച്ചായിരുന്നു. അങ്ങനെ ഈ ഓഫ് റോഡ്, ഇതും ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെയായിരുന്നു. അതും എനിക്ക് പേടിയായിരുന്നു. പിന്നെ എങ്ങനെയുണ്ടോ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.